എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 10 of Cups energy, 6 of Cups energy connection says Wands, Queen of Pentacles, 8 of Swords, 4 of Pentacles energy connections, 10 of Cups and 8 of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചധികം സെൻസിറ്റീവ് ആണ് ഈ ഒരു സമയത്ത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരോട് കാരുണ്യവും സ്നേഹവും ദയയും കാണിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇവിടെ അതുകൊണ്ട് തന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ NGOസിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനോ അതുപോലെയുള്ള ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരുന്ന് പുതിയ പല ഐഡിയാസ്, പുതിയ രീതിയിൽ ആളുകളെ അല്ലെങ്കിൽ പലതരത്തിൽ ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ സഹായം ആവശ്യമുണ്ടാകാം. സാമ്പത്തിക സഹായം മാത്രമായിരിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികം എങ്ങനെ ഏത് വഴി അധികം അവരിലേക്ക് സ്ഥിരമായിട്ട് എത്തിക്കാനായിട്ട് അതുപോലെ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളായിട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളെക്കുറിച്ച് പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സോഷ്യലി ആക്റ്റീവായിട്ട് ഉള്ള ഒരു ജീവിതമായിരിക്കും. അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് അധികം മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ടീം വർക്കാണ്. അപ്പം മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെയധികം സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. ഒരുമിച്ച് അതായത് പലർക്കും പല അഭിപ്രായങ്ങളാവാം. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരെ കൺവിൻസ് ചെയ്യാനൊരു പ്രത്യേക കഴിവുണ്ട്. ആരെയും സങ്കടപ്പെടുത്താതെ ഒരേ അഭിപ്രായം അല്ലെങ്കിൽ കൂടി മറ്റൊരാളെ സങ്കടപ്പെടുത്താതെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ. സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. വർക്കിൽ സക്സസ് ഉണ്ടാകുന്ന ഒരു സമയം കൂടി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലതിൻ്റെയും പര്യവസാനത്തിൻ്റെ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് വീടും കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം ഫൈനലൈസ് ചെയ്യുന്ന ഏതെങ്കിലും വീടിൻ്റെ ഡീൽസ് കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡ്രീം ഹോം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതാവാം. ഈ കാര്യങ്ങൾ ഇടയ്ക്ക് നിന്ന് പോയിട്ടുള്ളതൊക്കെ വീണ്ടും പുനരാരംഭിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ബ്ലെസ്ഡ് ആണെന്ന് നിങ്ങൾക്കുള്ളൊരു ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അഥവാ വരികയാണെങ്കിൽ തന്നെ കൂടുതലും അത് പുറത്തു നിന്നുള്ളൊരു ഡിലേക്കാൾ നിങ്ങളുടെ ഉള്ളിലാണ്. നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സിറ്റുവേഷൻസ് അത്ര വലിയ ഭാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ചാലഞ്ചസോ അല്ലെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് എനിക്ക് പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്ക്ഡൗൺ നിങ്ങളുടെ മനസ്സിലാണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കൺട്രോളിലാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതും നിങ്ങളെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ വരികയാണ്.
അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. അത് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പോൾ ജോലിയിലായാലും മറ്റെന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ ഡിമാൻഡിനനുസരിച്ച്, ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഡിമാൻഡ്സ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഫ്രീ, അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ടോളറേറ്റ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. ആവശ്യമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അതിന് സമയമുണ്ടെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ, അതല്ല എങ്കിൽ നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പുനർചിന്തനത്തിൻ്റെ ഒരു പാതയിലാണെന്ന് പറയാം. ലൈഫിൽ ഇനി എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരോ, അതായത് കഴിഞ്ഞ ഒരു കുറച്ചധികം നാളായിട്ട് അധികം സംസാരിക്കാത്ത ചില വ്യക്തികൾ, സുഹൃത്തുക്കളായിരിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ചില ആളുകളുണ്ട്. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നു, സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് സംസാരിച്ചു, ആ പഴയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ റീയൂണിയൻ സിറ്റുവേഷൻ ആകാം. പിന്നെ നിങ്ങളുടെ ബാല്യകാലത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് തൂത്തെറിയാൻ പറ്റുന്നു. അതായത് ജീവിതത്തിലൊരു വളരെ നല്ലൊരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം, ഒരു മനസ്സമാധാനവും ഒരു കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്നൊരു മാസമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റർടൈൻമെൻറ്റ്, ജീവിതത്തിലൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാര്യം ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അതിപ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒത്തിരി കുട്ടിത്തം, റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ക്യൂരിയോസിറ്റി കൂടുതലാണ്. അപ്പോൾ കുട്ടിത്തത്തേക്കാൾ ആകാംക്ഷ പല കാര്യങ്ങളും അറിയാൻ കൂടുതലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബാലിഷ്യമായിട്ടുള്ള കാര്യമല്ല, ഉത്തരവാദിത്വം, മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ്, അറിവ് നേടാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ അതൊരു ബാലിഷ്യമായിട്ട് തോന്നാം, കാരണം എല്ലാത്തിനും ചോദ്യം ചോദിക്കുന്നു, അതെന്താ ഇങ്ങനെ, ഇതെന്താ, അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അത് പാരൻസ് ആണെങ്കിൽ അവർ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാം. പ്രായമായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, പ്രായമായിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നില്ല, അത് നല്ല രീതിയിൽ അതും കൈകാര്യം ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നല്ലതുപോലെയുള്ള സമയമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അപ്പോൾ അതായത് പോസ്റ്റ് ഓഫീസിലോ അതേപോലെ എന്തെങ്കിലും, അതായത് നിങ്ങൾ ബാങ്ക് അല്ലാതെ മ്യൂച്വൽ ഫണ്ട്സോ ഷെയറോ അതുപോലുള്ള രീതിയിലും, ഇപ്പോൾ സേവിങ്സിൽ കൂടുതൽ FD ഇടുന്നതോ അങ്ങനെ സേവിങ്സ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളിൽ കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള ഇതിലേക്ക്, അതായത് ധനം പെട്ടെന്ന് കൂടുതൽ കയ്യിലേക്ക്, അതായത് കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള, ഒരു മീഡിയം ലെവലിലെങ്കിലും റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നൊരു സമയമാണ്. പിന്നെ ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന സമയം, പറഞ്ഞ പോലെ വീട് ഉണ്ടാകുന്നു. അപ്പോൾ വീടെന്ന് പറയുന്നപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്കായിട്ടൊരു ഒരു കുടുംബം, ഒരു ഫാമിലി, അല്ലെങ്കിൽ ഒരു വീടുണ്ടായി എന്നുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഇത് എൻ്റെ വീട്, അല്ലെങ്കിൽ എന്നും അവിടെ എന്നുള്ളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇനിയിപ്പോൾ വീടിൻ്റെ സിറ്റുവേഷൻ ഇല്ല, അപ്പോൾ വീടല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്റ്റെബിലിറ്റി, ഒരു പെർമനൻറ്റ് ആയിട്ടുള്ളൊരു ജോബായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ പുതിയ പോസിബിലിറ്റീസ് ലൈഫിലുണ്ടാകുന്നു. ന്യൂ വേസ് ഓഫ് എക്സ്പാൻഡിങ്, നിങ്ങളുടെ ജീവിതം എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അതായത് ഏസ് ഓഫ് വോൺസ് ആൻഡ് 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴയ എന്താ പറയുക, ആ ഒരു ആറ്റിറ്റ്യൂഡ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങളെന്താണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. പിന്നെ പുതിയ ജേണിയാണ്, പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾ പുറപ്പെടുകയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പലരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് പ്രഗ്നൻസി കാര്യങ്ങളായിരിക്കും, മറ്റു ചിലരെ സംബന്ധിച്ച് ഒരു പുതിയ ജേണി നിങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരു നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ചേർന്നിട്ടുള്ള യാത്രയും കാര്യങ്ങളുമാണ് ഇതിവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ട്രാവൽ പ്ലാൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഈ ഒരു മാസത്തിൽ തയ്യാറെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം.
ഫാമിലിയായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നൊരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.